ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വളരെ നല്ല നല്ല ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റെസിപ്പിയും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെലൈക്കണും തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടേ അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് സോക്സ് എടുത്തിട്ടുണ്ട്. സോക്സ് നമ്മൾ കഴുകി എടുത്ത് ഉണങ്ങി ഇട്ട് നമ്മൾ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് എടുത്ത് വെച്ച് നമ്മൾ എവിടെയാണോ കൊണ്ടുവെക്കുന്നത് ബോക്സിനകത്തെങ്കിലും അല്ലെ കബോർഡിൽ കൊണ്ടുവെക്കും. അപ്പോൾ നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ അത് അതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ടാകും. നമുക്ക് പിന്നെ കൺഫ്യൂഷനായിരിക്കും ഏതിൻ്റെ പേരാണെന്ന് നമുക്ക് കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനാണ് നല്ലൊരു സൊല്യൂഷനാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും അവർ ഏത് പേരാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാനും നല്ല നീറ്റായിട്ടിരിക്കാനും നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് ആ സോക്സ് എടുത്ത് വെച്ചിട്ട് ആ താഴേന്ന് ചുരുട്ടി എടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് മേലോട്ട് വരുമ്പം ആ പുറത്തിരിക്കുന്ന ടോപ്പിലിരിക്കുന്ന അതും ആ ചുരുട്ടീൻ്റെ കൂടെ ആക്കിയിട്ട് ആ താഴത്തേത് അതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ പിള്ളേരെടുത്ത് ബോൾ കളിച്ചാൽ പോലും അത് അഴിഞ്ഞു പോകത്തില്ല, നല്ല ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ആ പെയർ മിസ്സായി പോകത്തില്ല. അടുത്ത ടിപ്പ് ഒരു റെസിപ്പിയാണ്. അപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗാർലിക് കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 4-5 എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഡ്രൈ ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നു. പിന്നെ 2 ടേബിൾ സ്പൂണ് ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല. ഇനി നിങ്ങളെടുക്കുന്ന ബട്ടറിൽ ഉപ്പൊന്നും ഇല്ലെങ്കിൽ ശകലം ഒരു പിഞ്ച് ഉപ്പൂടെ ആഡ് ചെയ്യാത് ചേർക്കാവുന്നതാണ്. ഗാർലിക്കും ബട്ടറും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കുന്നു. പിന്നീട് ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സൈഡ് മുറിച്ച് കൊടുക്കണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ബ്രെഡിൻ്റെ 4 മൂലയിലുമാണ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പം ബ്രെഡെല്ലാം ഒന്നും തൂത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് വേണേൽ നമ്മൾ ഇങ്ങനെ വെട്ടുന്നതിന് മുമ്പ് പിച്ചാത്തി കൊണ്ട് അങ്ങനെ വെട്ടിയിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബട്ടർ വെച്ച് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പിച്ചാത്തി കൊണ്ട് നൈഫ് കൊണ്ട് വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഷേപ്പ് ആക്കിയെടുക്കാം എന്നാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു നല്ല ഷേപ്പിൽ കിട്ടും. നല്ല ഒരു സ്റ്റാറിൻ്റെ ഒക്കെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമ്മളിതിപ്പം ഞാനിപ്പം ബ്രെഡിലൊന്നും തൂത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ തൂത്ത് കൊടുക്കാതാണ് വെട്ടൊക്കെ ഇട്ട് കൊടുത്തത്. അടുത്ത ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ബട്ടർ ഗാർലിക്ക് എടുത്ത് പേസ്റ്റ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് പിച്ചാത്തി കൊണ്ട് ആ ബ്രെഡിൽ അതേപോലെ വെട്ടിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബ്രെഡിൽ ചെറുതായിട്ട് നമ്മൾ വെട്ടിട്ട് കൊടുത്തു. ആ വെട്ടിട്ട് കൊടുത്ത് ആ സെപ്പറേറ്റ് ആയ പാർട്ട് എടുത്ത് ഒന്ന് ബ്രെഡിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ബ്രെഡിൻ്റെ ആ പാർട്ട് അതിൻ്റെ മുകളിൽ വരുത്ത രീതിയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തതും നാലാമത്തതും വെക്കുന്നു. നാലാമത്തതിൻ്റെ ഏറ്റവും അറ്റം ആദ്യം വെച്ചതിൻ്റെ അടിയിലോട്ടൊന്ന് സ്റ്റക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതവിടെ നല്ല ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും, നല്ലതായിട്ടിരിക്കുകയും ചെയ്യും.
ഇനി ഒരു തവ വെച്ചു. തവ ചൂടായി വരുമ്പോൾ ശകലം ബട്ടർ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ബ്രെഡ് എടുത്ത് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ തിരിച്ചിരുന്നില്ല, ആ അടിഭാഗം മാത്രമേ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഓവനിൽ ഒക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മൂൾഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് നന്നായിട്ട് കിട്ടും, നല്ല കളർഫുള്ളായിട്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അടുത്ത സെറ്റ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ബട്ടറൊന്നും ആ ബട്ടറും ഗാർലിക്കിൻ്റെ ആ മിക്സ് തേക്കാതെ എടുക്കുന്നത്, അതിൻ്റെ നടുക്ക് ആ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന നടുക്ക് ഞാൻ മുട്ടയുടെ മഞ്ഞയാണ് വെക്കുന്നത്. മുട്ട ഫുള്ളായിട്ട് വെച്ചാൽ അത് ആ കുഴിയിൽ അവിടെ നിൽക്കത്തില്ല, അതുകൊണ്ടാണ് പിന്നെ മഞ്ഞ മാത്രം എടുത്ത് വെക്കുന്നത്. അതുപോലെ ആ വെള്ള വെച്ചിട്ടും ഇതുപോലെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ. അപ്പോൾ അവർക്കത് ഒരു പ്രത്യേകതയായിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കും. നമ്മൾ എന്നും ഒരേ രീതിയിൽ ബ്രെഡ് ടോസ്റ്റൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബ്രെഡ് ടോസ്റ്റൊക്കെ ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലൊക്കെ ആക്കി എടുക്കുമ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇത് ഇങ്ങനെ ഉണ്ടാക്കി സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും വളരെ നല്ലതാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ് പോപ്കോണും സോപ്പും വെച്ചിട്ടുള്ള ഒരു അടിപൊളി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടു നോക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഗ്യാസായി വെച്ച് ഗ്യാസ് ഓണാക്കി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ ഓയിലും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പോപ്കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പോപ്കോൺ ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചു വെക്കുന്നുണ്ട്. അത് ചൂടായി വരുന്നതനുസരിച്ച് അത് പൊട്ടി പൊട്ടി വരും. അപ്പോൾ അത് തെറിച്ച് പോകാതിരിക്കണമെങ്കിൽ അടച്ചു വെച്ച് കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ടൊക്കെ തെറിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അത് ആകുന്ന സമയത്ത് ഞാൻ സോപ്പ് എടുത്തിട്ടുണ്ട്. സോപ്പ് ഗ്രേറ്റ് ചെയ്ത് കുറച്ചെടുക്കുന്നുണ്ട്, മൊത്തം എടുക്കുന്നില്ല, ഒരു ശകലം എടുത്താൽ ഒരു 1/4 പാട്ടോളം സോപ്പ് എടുക്കുന്നുണ്ട്. ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ സമയത്തേക്കും ആ പോപ്കോൺ നന്നായിട്ട് പോപ്പ് ചെയ്ത് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിഞ്ഞ് ആ പോപ്കോൺ ഞാനൊരു പ്ലാസ്റ്റിക് ഡപ്പയാണ് എടുത്തിരിക്കുന്നത്. ആ ഡപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വലിയ പോപ്കോണൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്, കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാറ്റ ഇത് കഴിക്കുമ്പോൾ ഡീഹൈഡ്രേറ്റ് ആയിട്ട് വന്നിട്ട് അത് അങ്ങനെ പാറ്റ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം. അതുപോലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് തുടച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇത് വെച്ചതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് അതിനൊരു പരവേശം എടുത്തിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് വന്നിട്ടാണ് അത് ചത്തു പോകുന്നത്, പാറ്റ ചത്തു പോകുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത് നമുക്കിനി എവിടെയാണ് പാറ്റയുടെ ശല്യമായിട്ടുള്ള ആ സ്ഥലത്തൊക്കെ നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. പാറ്റ ശല്യം കൂടുതലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാം. രാത്രിയിലൊക്കെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആക്കി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലോട്ടാണ് എടുത്തേക്കുന്നത്. ഇനി അത് ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് പല സ്ഥലത്തായിട്ട് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്.
ഈ ടിപ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.